അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തിൽ ഫാത്തിഹ അറിയണം. ഫാത്തിഹ അറിയേണ്ടത് ആവശ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നാണ്. പക്ഷേ ഫാത്തിഹ പഠിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഫാത്തിഹ പഠിക്കുന്നത് വരെ ഒരാൾ നമസ്കാരത്തിൽ എന്ത് പാരായണം ചെയ്യണം? പ്രത്യേകിച്ച് നമസ്കാരം പഠിച്ചു തുടങ്ങുന്ന ആളുകൾ, അത് പ്രായമുള്ളവരാവാം, കുട്ടികളാവാം. ഇവിടെ ഫാത്തിഹ പഠിക്കുന്നത് വരെ, ഫാത്തിഹ പഠിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. മുഅ്മിനീങ്ങൾ ഫാത്തിഹ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഫാത്തിഹ പഠിക്കുന്നത് വരെ നിസ്കരിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കണം. ഫാത്തിഹയ്ക്ക് പകരം എന്താണ് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ ഹദീസിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. അതേപോലെ ഫാത്തിഹ അത് പരിപൂർണമായും വേഗം തന്നെ മനഃപ്പാഠമാക്കുക. അതുവരെ ഈ പറയപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന പ്രാർത്ഥന നാം നിർവഹിക്കുക. ഇത് പഠിക്കാൻ കഴിയാത്തവർ, ഫാത്തിഹ പഠിക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് മറവിയുടെ അസുഖമുള്ള ആളുകളൊക്കെ ഈ പ്രാർത്ഥനയും കൂടി ശീലമാക്കുക. ബാക്കിയുള്ള ആളുകളൊക്കെ ഫാത്തിഹ പഠിച്ചേ പറ്റുള്ളൂ. ഫാത്തിഹ ഓതാത്തൊരു നമസ്കാരം മയ്യിത്ത് നിസ്കാരത്തിൽ പോലും ഇല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ നമസ്കാരത്തിലും ഫാത്തിഹ നിർബന്ധമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.